വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ അങ്ങനെ സത്യമോളും പപ്പിമോളും കൂടിയിട്ട് രാഘവൻ നായരുടെ കാലിൽ കുഴമ്പിട്ട് കൊടുക്കുകയാണ്. അന്നേരം രാഘവൻ നായർ ഒരു നിമിഷം ശാലിനിയെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. അതേസമയം ശാലിനിയാണെങ്കിൽ ശ്യാമയെ ഫോൺ ചെയ്യുകയാണ്, പപ്പി സത്യം എന്ത് ചെയ്യുന്നു എന്നറിയാനായിട്ട്. തുടർന്ന് ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് ഫോണും കൊണ്ട് ശ്യാമ ഉമ്മറത്ത് വെളിയിൽ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഹാളിലേക്ക് സിറ്റൗട്ടിലേക്ക് കയറുമ്പോൾ ആ കാഴ്ച കാണുകയാണ്, കുഴമ്പിട്ട് കൊടുക്കുന്നത്. അന്നേരം കുഞ്ഞേച്ചൊന്ന് വീഡിയോ കോളിൽ വന്നേ, ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ശ്യാമ ശാലിനിയെ വീഡിയോ കോൾ ചെയ്യുകയാണ്. തുടർന്ന് ശ്യാമ അവിടെ നിന്നുകൊണ്ട് അത് കാണിച്ചു കൊടുക്കുകയാണ് ഫോണിൽ കൂടി. അന്നേരം കുഴമ്പിട്ട് കൊടുക്കുന്നത് കാണുമ്പോൾ ശാലിനിക്ക് ആകെ അങ്ങ് സന്തോഷമാവുകയാണ്. തുടർന്ന് രാഘവൻ നായർ സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ് കുട്ടികളോട്. അന്നേരം പപ്പിയുടെ മുത്തച്ഛൻ്റെ അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നല്ലോ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു നിമിഷം പപ്പിയുടെ ചേച്ചിയമ്മയെക്കുറിച്ച് ഓർത്തു പോയതാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ചേച്ചിയമ്മ ഇതുപോലെ കുഴമ്പിട്ട് തരുമായിരുന്നോ എന്നൊക്കെ സത്യ ചോദിക്കുന്നുണ്ട്. അന്നേരം പിന്നെ അവൾ എനിക്ക് മരുമോളല്ല, മോളെപ്പോലെ ആയിരുന്നു, ഞാൻ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയത് എൻ്റെ മോളുടെ കൈ പിടിച്ചാണെന്നൊക്കെ സംസാരിക്കുമ്പോൾ ശാലിനി അതൊക്കെ ഫോണിൽ കൂടി കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്ത് ശാലിനിക്ക് ആകെ അങ്ങ് സന്തോഷമാവുകയാണ്. കുഞ്ഞേച്ചിയുടെ കുറവ് അവൾ നികത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട്. തുടർന്ന് അപ്പോൾ ചേച്ചിയമ്മ ഒരു വലിയ സംഭവമാണല്ലേ, അതാണല്ലേ വിഷ്ണു അച്ഛൻ ചേച്ചിയമ്മയെ കാത്തിരിക്കുന്നത് എന്നൊക്കെ ഈ പപ്പിമോൾ പറയുന്നുണ്ട്. തുടർന്ന് അല്ല ബിഗ് ഫ്രണ്ട് എവിടെയെന്നിങ്ങനെ സത്യ ചോദിക്കുമ്പോഴും മോളിൽ കാണുമെന്ന് രാഘവൻ നായർ പറയുകയാണ്. തുടർന്ന് നിങ്ങൾ പോയി കളിച്ചോ എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ തോളിൽ കിടന്ന ടവല് കുഞ്ഞുങ്ങൾക്ക് നേരെ നീട്ടുകയാണ് കൈ തുടയ്ക്കാനായിട്ട്. തുടർന്ന് അവർ രണ്ടുപേരും കൈ തുടച്ചിട്ട് അങ്ങ് മുകളിലേക്ക് കയറി പോവുകയാണ്. തുടർന്ന് ശ്യാമ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്, ശാലിനി ഫോൺ വെച്ചോളാൻ പറയുകയാണ്. അതിനുശേഷം രാഘവൻ നായർ തിരിഞ്ഞു നോക്കുമ്പോൾ ശ്യാമയെ കാണുകയാണ്. അന്നേരം എന്താ മോളെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ശ്യാമ അതേപോലെ അങ്ങ് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. തുടർന്ന് ശാരദാമ്മ ഹോട്ടലിൽ നിന്നും അകത്തേക്ക് കയറി വരുമ്പോൾ ശാലിനി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അന്നേരം ശാരദാമ്മ കാണാതെ കണ്ണീരൊക്കെ തുടയ്ക്കുന്നുണ്ട്. അന്നേരം എന്താ മോളെ എന്ത് പറ്റി, സത്യ എന്തെടുക്കുക അവിടെ, ശ്യാമയെ വിളിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സത്യ അവിടെ വൈദ്യൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ശാരദാമ്മയോട് ശാലിനി പറയുകയാണ്. അന്നേരം വൈദ്യൻ്റെ പണിയോ മനസ്സിലാകാത്ത പോലെ ശാരദാമ്മ ചോദിക്കുമ്പോൾ അത് അച്ഛൻ്റെ കാലിൽ കുഴമ്പിട്ട് കൊടുക്കുകയാണെന്ന് പറയുമ്പോൾ ശാരദാമ്മയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. എത്ര പെട്ടെന്നാണ് സത്യമോള് ആ കുടുംബമായിട്ട് അടുത്ത് ഇടപഴകാനായിട്ട് തുടങ്ങിയത്. ഇതാണ് പറയുന്നത്, രക്തത്തെ തിരിച്ചറിയുന്നു, മോളെന്ന് മനസ്സ് വിചാരിച്ചാൽ എന്ന് പറഞ്ഞ് ശാരദാമ്മ ഇങ്ങനെ ശാലിനിയുടെ കൈ പിടിക്കുകയാണ്. പക്ഷേ ശാലിനിയാണെങ്കിലും മനഃപൂർവ്വം കൈ അങ്ങ് തട്ടി മാറ്റിയിട്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. ഫംഗ്ഷന് സമയമായി, ഡ്യൂട്ടിക്കിടെ സമയം ഉണ്ടായിട്ടല്ല, ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയതാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് കാറിനടുത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് അനുപല്ലവി എത്തുകയാണ്. തുടർന്ന് ശാലിനി കാറിൽ കയറാൻ നേരം തിരിഞ്ഞൊന്ന് ശാരദാമ്മയെ നോക്കുന്നുണ്ട്. എന്നിട്ട് അതേപോലെ അങ്ങ് കാറിൽ കയറി പോവുകയാണ്. തുടർന്ന് ശാരദാമ്മ വിഷമിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ ശാലിനിയുടെ ജീവിതം ഒരു കരയ്ക്ക് എത്താത്തതിൽ ആകെ വിഷമിച്ച് ശാരദാമ്മ അവിടെ എന്തൊക്കെയോ ഓർത്തങ്ങ് ഇരിക്കുകയാണ്. ഇതേസമയം റൂമിൽ വിഷ്ണു ആണെങ്കിൽ സത്യഭാമ പെണ്ണ് കാണാൻ പോകുന്നതിനെ കുറിച്ച് പറഞ്ഞതൊക്കെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ഹായ് ബിഗ് ഫ്രണ്ട് എന്നും പറഞ്ഞ് സത്യയും പപ്പിമോളും കൂടി ഓടി ചെല്ലുകയാണ്. തുടർന്ന് വിഷമം കണ്ടിട്ട് വിഷ്ണു അച്ഛൻ എന്താ വിഷമിച്ചിരിക്കുന്നത് എന്നിങ്ങനെ പപ്പി ചോദിക്കുമ്പോൾ ചേച്ചിയമ്മയാണോ പ്രശ്നം എന്നിങ്ങനെ പപ്പി വീണ്ടും ചോദിക്കുകയാണ്. അന്നേരം ചേച്ചിയമ്മ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചില്ലല്ലേ എന്നൊക്കെ സത്യ ചോദിക്കുന്നുണ്ട്. അന്നേരം പപ്പി പറയുകയാണ്, ചേച്ചിയമ്മയെക്കുറിച്ച് സത്യയുടെ അമ്മയോട് പറഞ്ഞില്ലല്ലോ, സത്യയുടെ അമ്മ വലിയൊരു ഓഫീസറാണ്, ആര് വേണമെങ്കിലും കണ്ടുപിടിക്കാമെന്നൊക്കെ പറയുകയാണ്. പക്ഷെ വിഷ്ണു ആണെങ്കിൽ ആകെ വിഷമിച്ച് ഇരിക്കുന്നുണ്ട്. തുടർന്ന് ഒരു ഫോട്ടോ പോലും ഇല്ലാതെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ചേച്ചിയമ്മയുടെ ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം വിഷ്ണു അത് പിന്നെ കേൾക്കുന്നില്ല. വിഷ്ണു വേറെ ഏതോ ലോകത്താണ്. ശാലിനിയെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഒന്നുകൂടെ പിടിച്ച് വിളിക്ക് ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ എഴുന്നേറ്റ് ആ മേശ തുറന്നിട്ട് ഫോട്ടോ ഇങ്ങനെ ചരിച്ച് കമഴ്ത്തി വെച്ചിരിക്കുകയാണ്. അതിങ്ങനെ എടുത്തിട്ട് വിഷ്ണു ഫോട്ടോയിലേക്ക് നോക്കുന്നില്ല, എടുത്ത് സത്യയുടെ നേരെ ഇങ്ങനെ നോക്കുകയാണ്. ഇതാണ് ചേച്ചിയമ്മ എന്നിങ്ങനെ പറയുമ്പോൾ സത്യ ഫോട്ടോയിലേക്ക് നോക്കുകയാണ്. അന്നേരം ഇതോ എന്നിങ്ങനെ പപ്പി ചോദിക്കുകയാണ്. അന്നേരം അതേ എന്ന് പറയുമ്പോൾ ഇത് നോക്കി എങ്ങനെയാണ് മനസ്സിലാവുക, ബിഗ് ഫ്രണ്ട് ഇതിലേക്കൊന്ന് നോക്കി എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിന് നേരെ ആ ഫോട്ടോ കാണിക്കുകയാണ്. അന്നേരം നോക്കുമ്പോൾ ശാലിനിയുടെ മുഖം മുഴുവൻ അതിൽ പൊട്ടിച്ചിരിക്കുന്നു, മുഖം അറിയത്തില്ല, ഒരു പെൺകുട്ടി ഇങ്ങനെ നിൽക്കുന്നതായിട്ട് മാത്രമേ അറിയത്തുള്ളൂ. അന്നേരം വിഷ്ണുവിന് ആകെ അങ്ങ് ദേഷ്യം വരികയാണ്. അമ്മയെന്നും പറഞ്ഞ് ആ ഫോട്ടോയും എടുത്തുകൊണ്ട് ഇങ്ങനെ ചാടി എഴുന്നേറ്റ് വിളിക്കുകയാണ്. സത്യഭാമ അമ്മയെന്ന് 2-3 വട്ടം വിളിക്കുമ്പോൾ എന്താടാന്നും പറഞ്ഞ് ഭാമ അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. അന്നേരം ഇതാരാ ഇങ്ങനെ ആക്കിയത്, ഒരു ഫോട്ടോ പോലും സൂക്ഷിച്ച് വെച്ച് കാണാനുള്ള അവകാശം എനിക്കില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ഇല്ല, ഇത് ഇങ്ങനെ ആക്കിയത് ഞാനാണെന്ന് അറിയാമല്ലോ, പിന്നെ നീ എന്തിനാ ചോദിക്കുന്നതെന്നും പറഞ്ഞ് ഭാമ അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ്. അന്നേരം അമ്മയെന്ന് ഒന്നുകൂടെ വിളിക്കുമ്പോഴും നിനക്ക് ഞാനൊരു സമയപരിധി തന്നതാണ്, അതിനുള്ളിൽ അവളെ കൊണ്ടുവന്ന് നിർത്താനായിട്ട്, പക്ഷെ നിനക്കത് കഴിഞ്ഞില്ല. ഒരു മരണം നടന്നാൽ പോലും അതിൻ്റെ ദുഃഖാചരണത്തിന് ഒരു പരിധി ഉണ്ട്. അപ്പോൾ മനസ്സിൽ ഓർമ്മിക്കാൻ കഴിയാത്ത ഒരിത് മനസ്സിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ അങ്ങ് മറന്ന് കളയണം, വിട്ട് കളയടാ എന്ന് പറഞ്ഞിട്ട് സത്യഭാമ അങ്ങ് തിരികുകയാണ്. തുടർന്ന് കുട്ടികളെ നോക്കിയിട്ട് നിങ്ങൾ പോയി കളിക്കുക എന്ന് പറഞ്ഞിട്ട് ഭാമ അങ്ങ് പോവുകയാണ്. അന്നേരം ഈ കുട്ടികൾ രണ്ടും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. വിഷ്ണുവിൻ്റെ ആ വിഷമവും ദേഷ്യവും സത്യഭാമയുടെ ആ ദേഷ്യവും പറച്ചിലും ഒക്കെ കുട്ടികളിങ്ങനെ പരസ്പരം നോക്കി കണ്ടു നിൽക്കുകയാണ്.
തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ആ പൊട്ടിയ ഫോട്ടോയെ നോക്കി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ബിഗ് ഫ്രണ്ട് എന്നിങ്ങനെ വീണ്ടും സത്യ വിളിക്കുകയാണ്. വേറെ ഫോട്ടോയൊന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നിങ്ങനെ വിഷ്ണു തലയാട്ടുകയാണ്. അന്നേരം ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്ക്, വേറെ ഏതെങ്കിലും ഒരു ഫോട്ടോ എന്ന് പറയുമ്പോൾ വിഷ്ണുവിന് പെട്ടെന്ന് എന്തോ ഒരു ഓർമ്മ വരികയാണ്. തുടർന്ന് വിഷ്ണു എഴുന്നേറ്റ് വീണ്ടും ആ മേശ തുറന്നിട്ട് അതിലിരിക്കുന്ന ഓരോ ബുക്കുകളിലായിട്ട് ഇങ്ങനെ തിരയുകയാണ്. ഫോട്ടോ ഓരോ ബുക്കും എടുത്ത് ഇങ്ങനെ ഓരോ പേജുകളായിട്ട് നോക്കുന്നുണ്ട്. അവസാനം അതിൽ നിന്നും ഒരു ഫോട്ടോ കിട്ടുകയാണ്. തുടർന്ന് അത് സത്യമോളുടെ നേരെ നീട്ടുകയാണ്. നോക്കുമ്പോൾ അതൊരു കൊച്ചു പെൺകുട്ടിയുടെ ഫോട്ടോയാണ് കാണിക്കുന്നത്. പക്ഷേ ശാലിനിയുടെ ഫേസ് അല്ല എന്ന് പറയുമ്പോൾ ഇത് എന്നും പറഞ്ഞിങ്ങനെ സത്യ നോക്കുകയാണ്. അന്നേരം ചേച്ചിയമ്മ കുഞ്ഞായിരുന്നപ്പോൾ എടുത്ത ഫോട്ടോയാണെന്ന് പറയുന്നുണ്ട്. എന്നാലും ഒരു 12 വയസ്സൊക്കെ വരുന്ന ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയാണ് അതിൽ കാണിക്കുന്നത്. അന്നേരം ഇതുകൊണ്ട് എന്ത് ചെയ്യാനാന്നും പറഞ്ഞിങ്ങനെ കുട്ടികൾ രണ്ടുപേരും ആലോചിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ഇതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് സത്യയുടെ വീട്ടിലേക്ക് പോവാം, സത്യയുടെ അമ്മയെ കാണിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം, ഇപ്പോൾ തന്നെ പോകാമെന്ന് പറയുമ്പോൾ ഇപ്പോഴും എന്നിങ്ങനെ സത്യ ചോദിക്കുകയാണ്. അന്നേരം പോകാമെന്നും വെച്ച് താമസിപ്പിക്കേണ്ട എന്ന് പറയുമ്പോൾ ബിഗ് ഫ്രണ്ട് എന്നെ വീട്ടിൽ കൊണ്ടാക്കുമോ എന്നിങ്ങനെ സത്യ ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു സങ്കടമൊക്കെ അങ്ങ് മാറ്റി വയ്ക്കുകയാണ്, ചിരിയൊക്കെ വരുത്തുന്നുണ്ട്. തുടർന്ന് നമുക്കിപ്പം തന്നെ പോകാം, നമുക്ക് അടിച്ചു പൊളിച്ച് പോകാമെന്നേ എന്നിങ്ങനെ പപ്പിമോളും പറയുകയാണ്. എന്നിട്ട് സത്യയുടെ അമ്മയെ കാണിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം എന്നിങ്ങനെ പറയുകയാണ്. വിഷമിക്കണ്ട കേട്ടോ എന്നിങ്ങനെ സത്യ ഇങ്ങനെ വിഷ്ണുവിൻ്റെ കൈ പിടിച്ച് പറയുകയാണ്. തുടർന്ന് വിഷ്ണു അങ്ങ് ചേർത്ത് പിടിക്കുന്നുണ്ട്, സത്യയും പപ്പിയും ചേർത്ത് പിടിക്കുകയാണ്. ആ കുഞ്ഞുങ്ങളുടെ സങ്കടം പോലും ബാക്കി അമ്മ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ ഓർത്ത് വിഷ്ണുവിന് ആകെ വിഷമം വരുന്നുണ്ട്. പക്ഷേ കുഞ്ഞുങ്ങളുടെ കരുതലിൽ വിഷ്ണു സന്തോഷിക്കുകയാണ്. രണ്ടുപേരെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് മാറി മാറി ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ പപ്പിയും സത്യയും കൊണ്ട് സത്യയുടെ വീട്ടിലേക്ക് എന്നോണം പോവുകയാണ്. പപ്പി ആണെങ്കിൽ ഫ്രണ്ട് സീറ്റിൽ വിഷ്ണുവിനോടൊപ്പമുണ്ട്, സത്യമോള് പുറകിലിരിക്കുകയാണ്. അന്നേരം പപ്പി പറയുന്നുണ്ട്, ചേച്ചിയമ്മ ഓർത്ത് വിഷമിക്കേണ്ട, സത്യയുടെ അമ്മ വലിയ ഓഫീസറാണ്, ആര് വേണമെങ്കിലും കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുമ്പോൾ അല്ലേ സത്യം ചോദിക്കുമ്പോൾ പിന്നല്ലാതെ എന്നിങ്ങനെ സത്യം ഇങ്ങനെ അതിനൊക്കെ മറുപടി പറയുകയാണ്. തുടർന്ന് അയ്യോ ഒരു കാര്യം മറന്നു എന്ന് പറഞ്ഞിട്ട് സത്യമാണെങ്കിൽ ശാലിനിയെ ഫോൺ ചെയ്യുകയാണ്. അന്നേരം ഞാൻ വീട്ടിലേക്ക് വരുവാണെന്ന് പറയുമ്പോൾ മോള് വെയിറ്റ് ചെയ്യും, ഇപ്പം രാമേട്ടനെ പറഞ്ഞു വിടാമെന്ന് പറയുകയാണ്. അന്നേരം വേണ്ട ഞങ്ങൾ ഇറങ്ങി എന്ന് പറയുമ്പോൾ ഞങ്ങളോ ആരൊക്കെ എന്നിങ്ങനെ ശാലിനി ഇങ്ങനെ അന്തം വിട്ട് ചോദിക്കുകയാണ്. അന്നേരം ഞാനും പിന്നെ പപ്പിയുടെ വല്യച്ഛനും പിന്നെ പപ്പിയാണെങ്കിൽ കൂട്ട് വരികയാണ്. എനിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ വല്യച്ഛൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അന്നേരം നിങ്ങളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക്, അല്ലാതെ പിന്നെ എങ്ങോട്ടാണെന്ന് ഇങ്ങനെ സത്യ തിരിച്ച് ചോദിക്കുകയാണ്. അന്നേരം ശാലിനി ആകെ അങ്ങ് ടെൻഷൻ ആവുകയാണ്. തുടർന്ന് നിങ്ങൾ ഇപ്പോൾ എവിടെ എത്തിയും ചോദിക്കുമ്പോൾ പപ്പി ഇങ്ങനെ ചുറ്റുമൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ എവിടെയാണെന്നിങ്ങനെ വിഷ്ണുവിനോട് ചോദിക്കുകയാണ്. അന്നേരം സ്വരാജ് ജംഗ്ഷൻ എന്ന് പറയാമെന്ന് വിഷ്ണു പറയുന്നുണ്ട്. കുട്ടി അതേപോലെ പറയുകയാണ്. തുടർന്ന് ഫോൺ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് ഫോൺ വയ്ക്കുകയാണ്. തുടർന്ന് രാമേട്ടൻ ചോദിക്കുന്നുണ്ട് സ്വരാജ് ജംഗ്ഷനിലേക്ക് ഇവിടെ നിന്ന് എത്ര ദൂരം വരുമെന്ന്. അന്നേരം 10-12 കിലോമീറ്റർ ദൂരം വരുമെന്ന് രാമേട്ടൻ പറയുമ്പോൾ ശാലിനി ആകെ അങ്ങ് ടെൻഷൻ ആവുകയാണ്. തുടർന്ന് വിഷ്ണുവും വണ്ടി ഓടിച്ചു പോകുന്ന കാണിക്കുന്നുണ്ട്, ശാലിനിയുടെയും വണ്ടി പോകുന്നതായിട്ട് കാണിക്കുകയാണ്. തുടർന്ന് പപ്പിയാണെങ്കിൽ വഴിയിൽ പാനിപൂരി വിൽക്കുന്ന ഒരു കട കാണുകയാണ്. ഹായ് പാനിപൂരി എന്നിങ്ങനെ പറയുമ്പോൾ എവിടെ പാനിപൂരി എന്നും പറഞ്ഞ് വിഷ്ണു അങ്ങോട്ട് വണ്ടി നിർത്തുകയാണ്. തുടർന്ന് ദേ അവിടെ എന്ന് പറഞ്ഞ് ചൂണ്ടി കാണിക്കുന്നുണ്ട്. അന്നേരം നിനക്ക് വിശക്കുന്നോ എന്ന് ചോദിക്കുകയാണ്. നീ വീട്ടിൽ നിന്നൊന്നും കഴിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ കഴിച്ചു എന്നാലും വിശക്കുന്നു എന്നിങ്ങനെ പറയുകയാണ്. ആഗ്രഹം കൊണ്ടാണ് പപ്പിമോൾ അങ്ങനെ പറയുന്നത്. അന്നേരം കൊതിച്ച് പാറു എന്നിങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് ഇറങ്ങുമെന്ന് പറയുകയാണ്. തുടർന്ന് പപ്പിയും സത്യയും വിഷ്ണുവും കൂടി ഇറങ്ങുകയാണ്. കുട്ടികൾ ഓടിപ്പോയി അവിടെ കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഇത് ഹൈജീനിക് ആണല്ലോ അല്ലേ എന്നിങ്ങനെ സത്യ ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു മനസ്സിലാകാത്ത പോലെ എന്താണെന്ന് ചോദിക്കുമ്പോൾ അല്ല വഴിയിൽ നിന്നും വാങ്ങി കഴിക്കരുതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്, വൃത്തി കാണില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പപ്പി പറയുന്നുണ്ട് അതിന് സത്യ കഴിച്ചത് ആരും അറിയില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പക്ഷേ വിഷ്ണു പിന്നെ പപ്പിയുടെ വല്യച്ഛനല്ലേ എന്നെ കൊണ്ടാക്കുന്നത്, അപ്പോൾ പറഞ്ഞാലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു അവരുടെ സംസാരമൊക്കെ കേട്ടിട്ട് അറിയാത്ത ഭാവത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം ഞങ്ങൾ സത്യയെ കൊണ്ടാക്കിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ പോരില്ലേ എന്ന് പറയുകയാണ്. വിഷ്ണു വല്യച്ഛന് അങ്ങനെയല്ലേ എന്നിങ്ങനെ പപ്പി ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ല, ഞാൻ ചിലപ്പോൾ എല്ലാവരുമൊക്കെ പരിചയപ്പെട്ട് വിശദമായിട്ട് സംസാരിച്ചൊക്കെ വരുവുള്ളൂ എന്നിങ്ങനെ കുട്ടി സത്യയെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി വിഷ്ണു അങ്ങ് പറയുകയാണ്. അന്നേരം വിഷ്ണു അച്ഛാ എന്നിങ്ങനെ പപ്പി വിളിക്കുന്നുണ്ട്. അന്നേരം പറയാതെ ഇരിക്കാം, പക്ഷേ എനിക്ക് കൈക്കൂലി വേണം എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം കൈക്കൂലിയോ എന്നും പറഞ്ഞ് പപ്പി ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് സത്യ കസേരയിൽ നിന്നും ചാടി ഇറങ്ങി വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുകയാണ്. അതേ കണ്ടില്ലേ അവൾക്ക് മനസ്സിലായി, കാര്യം മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. അന്നേരം ഇങ്ങോട്ട് വന്നേ ഈ കവളിലൊന്ന് തന്നേന്ന് പപ്പിയോട് പറയുകയാണ്. അന്നേരം ഞാനെന്തിനാ തരുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം സത്യ പപ്പിയുടെ ഫ്രണ്ടല്ലേ, അപ്പോൾ സത്യ കഴിച്ചത് പറയാതിരിക്കുന്നതിന് നീ എനിക്ക് കൈക്കൂലി തരണമെന്ന് പറയുകയാണ്. അന്നേരം അതിൻ്റെ ആവശ്യമൊന്നുമില്ല, വിഷ്ണു വല്യച്ഛൻ്റെ ഫ്രണ്ടല്ലേ സത്യ, അപ്പോൾ വിഷ്ണു വല്യച്ഛനാണ് ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ അമ്പടി കേമി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന്
എത്ര പാനിപ്പൂരി വേണമെന്ന് ചോദിക്കുമ്പോൾ 2 എണ്ണമെന്ന് വിഷ്ണു പറയുകയാണ്. എന്നിട്ട് 2 എണ്ണമോ, അപ്പോൾ വിഷ്ണു അച്ഛൻ കഴിക്കുന്നില്ലേ എന്ന് പപ്പി ചോദിക്കുകയാണ്. വേണ്ട, എനിക്ക് വിശപ്പില്ല എന്ന് പറയുമ്പോൾ എങ്കിൽ എനിക്കും വേണ്ടാന്ന് പറഞ്ഞ് പപ്പി അങ്ങോട്ട് തിരിഞ്ഞ് പിണങ്ങിയിരിക്കുകയാണ്. തുടർന്ന് സത്യ പറയുന്നുണ്ട് എങ്കിൽ എനിക്കും വേണ്ടാന്ന് പറയുകയാണ്. അന്നേരം കുട്ടികളുടെ വാശി എന്ന വിഷ്ണു കഴിച്ചാലേ കഴിക്കൂ എന്നവർ പറയുന്ന കാണുമ്പോൾ വിഷ്ണുവിന് സന്തോഷമൊക്കെ വരികയാണ്. തുടർന്ന് ഇതിപ്പോൾ മെനക്കെടുത്തായല്ലോ എന്ന് പറഞ്ഞിട്ട് എടാ മോനെ 3 എണ്ണം എന്നിങ്ങനെ ചോദിച്ച ആളിനോട് വിഷ്ണു പറയുന്നുണ്ട്. അതേസമയം ശാലിനിയുടെ വണ്ടിയാണെങ്കിൽ അവിടെ വന്ന് ആ ജംഗ്ഷനിൽ വന്ന് നിൽക്കുന്നുണ്ട്. ശാലിനി ഇങ്ങനെ കാറിൽ നിന്ന് നോക്കുമ്പോൾ കുട്ടികളും വിഷ്ണുവും കൂടി അവിടെ ഇരിക്കുന്നത് കാണുകയാണ്. അതൊന്ന് ശാലിനി ഇങ്ങനെ ആകാംക്ഷയോടും സന്തോഷത്തോടു കൂടിയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണുകയാണ്. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ്. അപ്പോൾ അവിടെ നിന്ന് ശാലിനി അങ്ങോട്ട് മാറി നിൽക്കും. പിന്നീട് സത്യയെ ഡ്രൈവർ തന്നെ കൂട്ടിക്കൊണ്ട് പോകും. അന്നേരവും വിഷ്ണു ശാലിനിയെ കാണില്ല. അപ്പോൾ ഇനി വിഷ്ണു ശാലിനിയെ എന്ന് കാണുമെന്നുള്ളതൊക്കെ വരാനിരിക്കുന്ന എപ്പിസോഡുകളിലാണ്. അതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.